മാർ ഏലിയാസ് കോളേജ് കോട്ടപ്പടി നിങ്ങളുടെ ഭാവിക്ക് ഒരു ഉറച്ച അടിത്തറ. മനോഹരമായ ക്യാമ്പസ്, ആധുനിക ICT സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് റൂമുകളും മികച്ച ഇൻഫ്രാസ്ട്രക്ചറും ചേർന്ന് ഗുണമേന്മയുള്ള പഠനാന്തരീക്ഷം. പഠനത്തോടൊപ്പം കലാകായിക മേഖലകളിലും ഒരുപോലെ പ്രാധാന്യം നൽകി വിദ്യാർത്ഥികളുടെ കഴിവും ആത്മവിശ്വാസവും വളർത്തുന്നു. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇന്റേൺഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ, ഇൻഡസ്ട്രി റെഡി ആഡ് ഓൺ പ്രോഗ്രാമുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. മാർ ഏലിയാസ് കോളേജ് കോട്ടപ്പടി. ശരിയായ തിരഞ്ഞെടുപ്പ് നല്ലൊരു ഭാവിക്കായി. റോറോ ജങ്കാർ സർവീസ് കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് വൈപ്പിൻ റോറോ ജെട്ടിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന റോറോ ജങ്കാർ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൈപ്പിൻ റോറോ ജെട്ടിയിൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയും റോറോ പാസഞ്ചേഴ്സ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ സമ്മേളനം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിളി ഉദ്ഘാടനം ചെയ്തു. റോറോ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ കൺവീനർ ജോണി വൈപ്പിൻ അധ്യക്ഷത വഹിച്ചു. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിൽ റോറോ വരുന്നതിന് മുൻപ് സർവീസ് നടത്തിയിരുന്ന ഫെറി അപകടത്തിൽപ്പെട്ട് 11ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ആരും മറന്നിട്ടില്ല. അതിനുശേഷമാണ് അഴിമുഖത്തിലൂടെ അപകടത്തിൽപ്പെടുവാൻ സാധ്യത കുറവായ 2 എഞ്ചിനോട് കൂടിയ റോറോ ജങ്കാർ സർവീസിന് ഇറക്കിയത്. എന്നാൽ നിലവിൽ 15 കോടിയോളം രൂപ മുതൽ മുടക്കി പണിത 2 റോറോ ആണ് സർവീസ് നടത്തിവരുന്നത്. ഇതിൽ ഒരു ജങ്കാർ തകരാറിലായ യാർഡിൽ കയറ്റും. അപ്പോൾ സ്ഥിരമായി ഒരു ജങ്കാർ മാത്രമായി സർവീസ് നടത്തേണ്ടി വരുന്നതിനാൽ ഈ റൂട്ടിൽ യാത്രക്കാർ വർഷങ്ങളായി വളരെ യാത്രാക്ലേശം അനുഭവിക്കുകയാണ്. ഇതിന് പരിഹാരം ലഭിക്കുന്നതിനായി പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ കൺവീനർ ജോണി വൈപ്പിന്റെ ശ്രമഫലമായി 3ാമത് ഒരു ജങ്കാർ സേതുസാഗർ 3 ഉടൻ സർവീസിന് ഇറക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. എത്രയും വേഗം 3ാമത്തെ റോറോയും സർവീസിനിറക്കി യാത്രാക്ലേശം പരിഹരിക്കണമെന്നും നിലവിൽ സർവീസ് നടത്തുന്ന കിൻകോയെ തന്നെ വീണ്ടും ഈ സർവീസ് നടത്തുവാൻ ഏൽപ്പിക്കണമെന്നും സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കരുതെന്നും 15 കോടി രൂപ 2 റോറോയ്ക്ക് ചെലവായപ്പോൾ ഇപ്പോൾ പുതിയതായി ഇറക്കുവാൻ പോകുന്ന സേതുസാഗർ 3ന് 15 കോടി എന്ന് പറയുന്നത് എന്താണെന്ന് അധികൃതർ വിശദീകരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പിള്ളി പറഞ്ഞു. മനുഷ്യാവകാശ സംരക്ഷണ സമിതിയും റോറോ പാസഞ്ചേഴ്സ് അസോസിയേഷനും ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയടക്കമുള്ള ആളുകൾ ഇതിന് സമ്മതിക്കില്ല എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. കാരണം മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരവസ്ഥയിലാണ് 11 പേരുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവൻ പൊലിഞ്ഞത്. നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ 2 ജങ്കാർ ഈ മിനിയാന്ന് മുതലാണ് ഒരു ജങ്കാർ ഓടിത്തു തുടങ്ങിയത്. ഒരു ജങ്കാറിലാണ് താലൂക്ക് ഓഫീസിൽ പോകേണ്ടവരുണ്ട്, മത്സ്യബന്ധന മേഖലയിലുള്ള വാഹനങ്ങൾ അക്കരയ്ക്ക് കടക്കണം, അക്കരെയുള്ളവർക്ക് ഇപ്പുറത്തേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വരണം. എടക്കൊച്ചി മുതൽ മുനമ്പം മുതലുള്ള ആളുകളെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വരണം ഇവിടെ. അപ്പോൾ ഏത് തലത്തിൽ നോക്കിയാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, അവർക്ക് യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ്. നേരത്തെ ഓടിയിരുന്ന 2 ജങ്കാറും 2 ബോട്ടുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ വലിയ ഒരു അപകടം ഉണ്ടായിരുന്നു. പണ്ട് 2015 ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു 2015 റോറോ വരും. ഞാനൊരു നിമിഷത്തിൽ പറയുകയാണ്, അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ആ 15 ജീവൻ ഇവിടെ പൊലിയില്ലായിരുന്നു. കാര്യം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 45 വർഷം പഴക്കമുള്ള പഴയ പീഞ്ഞപ്പലക പോലത്തെ ഒരു ബോട്ടായിരുന്നു ഇവിടെ ആ 2 എണ്ണം ഓടിക്കൊണ്ടിരുന്നത്. അതിങ്ങനെ ഒരു ഫിഷിംഗ് ബോട്ട് വന്ന് ഇടിച്ചു. ആ ബോട്ട് പോലും ഉണ്ടായിരുന്നില്ല ഒക്കെ എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു വലിയൊരു അപകടം നടന്നതിന് ശേഷം ഞങ്ങളെല്ലാം മുറവിളി കൂട്ടി വളരെയധികം ഒച്ചപ്പാടും ബഹളവും എടുത്ത് അങ്ങനെ ഒരു റോറോ വന്ന് 6 മാസത്തോളം ഇവിടെ കെട്ടി. ഒരു കാലത്ത് നമുക്കറിയാം, ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഫോർട്ട് വൈപ്പിൻ പ്രദേശം. നമ്മൾ എറണാകുളത്തേക്ക് പോകുവാനും അതേപോലെ തന്നെ പഴയ ജങ്കാർ, റോറോ ജങ്കാർ വരുന്നതിന് മുമ്പ് പഴയ ജങ്കാറും ബോട്ട് സർവീസും ഒക്കെ നടന്ന് ഇവിടെ വരാതെ ആർക്കും എറണാകുളം നഗരത്തിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതിനുശേഷം നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് നേരത്തെ അധ്യക്ഷൻ പ്രതിപാദിച്ച പോലെ സ്വകാര്യ ഏജൻസിക്ക് കൊടുത്ത ബോട്ട് വൈപ്പിൻ ഫോർട്ട് കൊച്ചി ഫെറി സർവീസ് ഒരു മത്സ്യബന്ധന യാനവുമായി ഇടിച്ച് തകർന്ന് 11 പേർ മരിക്കുവാൻ ഇടവന്ന ആ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം.
അഴിമുഖത്തിലൂടെ കപ്പൽ ചാനലിലൂടെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത ബോട്ട് സർവീസ് നടത്തിയിരുന്നത്. പ്രതിഷേധ കൂട്ടായ്മ സമ്മേളനത്തിൽ കേരള പ്രതികരണ സമിതി ചെയർമാൻ NG ശിവദാസ്, ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതാക്കളായ ജോസഫ് നരിക്കുളം, ജോസഫ് കിഴക്കേടൻ, MA സേവ്യർ, ജോസി ചക്കാലയ്ക്കൽ, റോസ്ലി ജോസഫ്, TP സെബാസ്റ്റ്യൻ, തോമസ് പവത്തിത്തറ, TK മണി, ടൈറ്റസ് പൂപ്പാടി, റോറോ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ പാട്രിക് പണിക്കശ്ശേരി, റോബിൻസൺ ജോർജ്, PM ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ.